ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു മീൻ പൊള്ളിച്ചതാണ്. ഇതാണ് ക്ലാത്തി. ഇതാണ് നമ്മൾ പൊള്ളിക്കാൻ പോകുന്നത്. അതെ, നമ്മൾ ഇന്ന് വാഴയിലയിൽ കിഴിയൊക്കെ കെട്ടി നല്ലപോലെ മുറിച്ചെടുത്ത് പൊള്ളിക്കാനാണ് പോകുന്നത്. അപ്പൊ നമുക്ക് മീനൊക്കെ വെട്ടി വൃത്തിയാക്കി എല്ലാം ചെയ്തിട്ട് വരാം. നല്ല തൊലിക്കട്ടിയുള്ള മീനാണ് ഗൈസ്. നമുക്ക് പതുക്കെ ഇരുന്ന് കട്ട് ചെയ്തെടുക്കാം. അതിച്ചിരി പാടാം. തലവശം അതിന് ചെകിള വിരിക്കാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ ഇവിടെ ക്ലാത്തിക്ക് വേണ്ട അരിയ ക്ലാത്തി എത്തിക്കാം ഇത് വീട്ടിലുള്ളവര്. ഞാൻ ഇവിടെ വന്നാ ഇത് കഴിച്ചു തുടങ്ങിയത്. എനിക്ക് അറിയത്തോലില്ലായിരുന്നു. ഞാനേ ഈ തൊലി വിരിച്ചിട്ട് തരാം. തലയുടെ ഭാഗം ചേച്ചി ഇളക്കിയാണ്. ഇവിടെ ഒരു നല്ലൊരു മുള്ളുണ്ട്, കാണുന്നില്ല? കണ്ടിക്കുന്ന നമ്മൾ സൂക്ഷിച്ച് കണ്ടിച്ചില്ലെങ്കിൽ ഇത് കൈ കയറുന്ന മാത്രമല്ല, സൈഡിൽ ചെറിയ അരമ്പ് പോലുള്ള പല്ലുണ്ട്. അതുകൊണ്ട് അത് നമുക്ക് പിച്ചാത്തി വെച്ച് കണ്ടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഒരു തടിയുടെ ചിരട്ടയുടെ മേലെ വെച്ചാണ് കണ്ടിച്ചത്. കഷ്ടപ്പെട്ടാലും വേണ്ടില്ല, നല്ല ടേസ്റ്റ് ആണെന്നാണ് പറയുന്നത്. ഇതിന്റെ ഒരു നാറ്റ് കിട്ടുകയെന്നല്ലോ. നമുക്ക് അതിന്റെ ആ ഒരു തൊലി പെട്ടെന്ന് ആ ഒരു മെത്തേഡ് മനസ്സിലാക്കി നമുക്ക് അതിന്റെ തൊലി പെട്ടെന്ന് ഉരിച്ചെടുക്കാം. ഫസ്റ്റത്തിന് നമ്മള് ഫ്ലോപ്പായി, നമ്മള് സെക്കൻഡില് നമ്മൾ പിടിച്ചിട്ടുണ്ട് ഗൈസ്. ഉടുപ്പ് വരും നമുക്ക്. പിന്നെ എത്ര ബലം പിടിച്ചാലും മീനൊന്നും ഇതിന്റെ ആ ഒരു മാംസത്തിനൊന്നും പറ്റത്തില്ല. അത് തൊലിയിരിക്കുന്ന മീന നമുക്കൊന്നും പേടിക്കണ്ട. ഞാൻ വാരി പിടിച്ച് കട്ട് ചെയ്യും, അല്ല അങ്ങനെ തന്നെ വരും. ക്ലാത്തി കട്ട് ചെയ്ത് നല്ല കുട്ടപ്പന്മാരാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്യാനുള്ള മസാലകൾ ചേർത്ത് നമുക്ക് പൊരിച്ചെടുക്കാം. അതിനുള്ള തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം വെച്ചിട്ടുണ്ട്. നമ്മൾ പൊള്ളിക്കാൻ വേണ്ടിട്ടേ നമ്മൾ ആദ്യം ഇത് ചെറുതായിട്ടൊന്ന് വറുത്തിട്ടല്ലേ പൊള്ളിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും തക്കാളിയും പച്ചമുളകും എല്ലാം നമ്മൾ അത് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള നമുക്ക് മസാലകൾ ചേർത്ത് നല്ല മാരിനേറ്റ് ചെയ്യാം. എന്നിട്ട് പ്ലാറ്റിനെയും അവസാനമായിട്ടൊന്ന് പൊളിപ്പിച്ചെടുക്കാം. കഴുകി വൃത്തിയാക്കി വെച്ച ക്ലാത്തി മീനിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഫിഷ് മസാലയിലാണ് കുരുമുളക് പൊടി, മഞ്ഞപ്പൊടിയിലാണ്, പിന്നെ കുറച്ച് ഉപ്പ്. ഇതെല്ലാം ചേർത്ത് നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മളെ മീനൊക്കെ നല്ല മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇത് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് ഗൈസ്, അങ്ങനെ നമ്മുടെ ക്ലാത്തി മീൻ മസാലയൊക്കെ തട്ടി നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് അതൊന്ന് അവിടെ നിന്ന് സെറ്റ് ആവുന്ന വരെ നമുക്ക് ആ ഒരു പൊള്ളിക്കാനുള്ള മസാല നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ഓക്കെ,
മീൻ പൊള്ളിക്കാനുള്ള മസാല വെട്ടാൻ പോവാണ്. ചട്ടി ചൂടാവണം കേട്ടോ. അതെ, ചട്ടി ചൂടായിട്ട് വേണം നമുക്ക് എണ്ണയൊക്കെ ഒഴിച്ച് സെറ്റാക്കാം. ചൂടായിട്ടുണ്ട്, അതിലേക്ക് എണ്ണ ഒഴിക്കാൻ പോവാണ്. എണ്ണ ചൂടായിട്ടുണ്ട്, അതിന്റെ അകത്ത് ഉള്ളി ഇടാൻ പോവാണ്. ഉള്ളി ഒന്ന് കുറച്ച് നല്ലപോലെ വഴണ്ടി വരാൻ വേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കൈപ്പാകമാണ് കിട്ടും. അതാകുമ്പോ നമ്മുടെ അളവിനനുസരിച്ച് നമുക്കൊരു കണക്ക് കൂട്ടലുണ്ടല്ലോ, അതനുസരിച്ച് നമുക്ക് ഇടാം. അതിനോടൊന്ന് വഴറ്റിയെടുക്കാം. തീ കൂട്ടി വെച്ച് തന്നെ വേണം ഒന്ന് കൈയിടാതെ ഇളക്കി ടോസ്റ്റ് ചെയ്തെടുക്കാൻ. നല്ല ബ്രൗൺ കളറിലാവണം. അതെ, നമ്മള് ഇന്നത്തെ കുക്കിംഗ് നമ്മള് ധന്യ ചേച്ചിയുടെ വീട്ടിലാണ്. ധന്യ ചേച്ചി ഫ്ലാത്തി മീനൊക്കെ മേടിച്ച് വെച്ചിട്ട് 2 ദിവസം കൊണ്ട് നമ്മളിങ്ങനെ വിളിക്കുവായിരുന്നില്ലേ? അതെ അതെ. പിന്നെ കുറെ കഥകളൊക്കെ പറഞ്ഞ് ഫ്ലാത്തി മീൻ ഇവിടെ എന്താ പറ. അത് ഞാൻ ഈ ക്ലാത്തി കണ്ടത് കല്യാണം കഴിഞ്ഞതിന് ശേഷം വന്നതിന് ശേഷം. ഇവിടെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ക്ലാത്തിക്ക് അടിയാണ് വീട്ടില്. പക്ഷെ അത്രയ്ക്ക് ടേസ്റ്റ് ആണ് ഈ ക്ലാത്തിക്ക്. നല്ല കുറച്ച് കഷ്ടപ്പെട്ടാലും വേണ്ടിയില്ല നമുക്കൊരു പൊന്ന് കഴിച്ചിട്ടുണ്ടോ ക്ലാത്തി? ക്ലാത്തിന് മറ്റേ ഇത് നമ്മളൊരു ബ്രൗൺ കളർ അല്ലായിരുന്നു, നമ്മള് വൈറ്റ് മേടിച്ച് അന്ന് വീട്ടില് പുളിമുളം വെച്ച് കഴിച്ചത്. പക്ഷെ നല്ല ടേസ്റ്റ് ആണ്. അതിന്റെ മുള്ള് വരെ നമുക്ക് ചവച്ച് തിന്നാൻ പറ്റുന്ന. എല്ലാരും ഒന്ന് കഴിച്ചു നോക്കണം ഇത്. നിങ്ങളെല്ലാം ഫ്ലാത്തി മീൻ മേടിച്ച് ട്രൈ ചെയ്യുക. പ്രത്യേകിച്ച് വെള്ളയെക്കാട്ടി കുറച്ചുകൂടി ടേസ്റ്റ് ഈ ബ്ലാക്കിനാണ്. ഈ തൊല്ലിയിരിക്കുന്ന ബ്ലാക്കിനാണ്. പിന്നെ തന്നെ ചേച്ചി വരാറുണ്ടാകുന്ന ചുട്ട് അത് പൊള്ളിച്ച് തിന്നും നമ്മള് ഈ ക്ലാസ്. അത് നല്ല ടേസ്റ്റ് ആണ്. ഫ്ലാത്തി മീനെ പൊള്ളിച്ച് കഴിക്കുന്നത് നല്ല ടേസ്റ്റ് ആണ് നമുക്ക്. അപ്പൊ നമ്മൾ ഉള്ളിയൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് അരച്ചു വെച്ചിട്ടുള്ള തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് നമുക്കെല്ലാം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കൈവിടാതൊന്നും ഒന്നുള്ള ഇറക്കി. നമ്മളങ്ങനെ ഉള്ളിയൊക്കെ തക്കാളി എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് വഴണ്ടി വരാൻ വേണ്ടി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വഴറ്റിയെടുക്കാം. നമ്മളങ്ങനെ പൊള്ളിക്കാൻ വേണ്ടിയുള്ള ഉള്ളിയും തക്കാളിയൊക്കെ എന്തായാലും നമുക്ക് നോക്കാം. നല്ല വഴണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് കറിവേപ്പില ചേർക്കും. നമ്മൾ എന്ത് മീനുണ്ടെങ്കിലും ഇങ്ങനെ വാഴയിലയിൽ പൊള്ളിച്ച് കഴിക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഒരിക്കൽ ഞങ്ങൾ ഇങ്ങനെ പെരുമാൻ പാലത്തിന് മേലെ ഇങ്ങനെ ചൂണ്ടിടാൻ പോയായിരുന്നു വിശ്വാസമായിട്ട് അല്ലേ. അപ്പൊ നമുക്ക് എന്തായാലും ചെമ്പല്ലി, ഒരു വലിയൊരു ചെമ്പല്ലി മീൻ കിട്ടി. തീയൊന്ന് കുറച്ച് കിട്ടാം. അല്ലെങ്കിൽ കാര്യം പറയുന്നുണ്ടെങ്കിൽ ഇത്രയാണോ അല്ലേ ചായ? അങ്ങനെ ചെമ്പല്ലി മീൻ കൊണ്ടുവന്ന് ഇതൊക്കെ ഞാനൊരു ദിവസം ഇങ്ങനെ മസാലയൊക്കെ ചെയ്ത് വാഴയില വെച്ച് പൊള്ളിച്ച് വെച്ചിട്ട് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല രുചി ഉണ്ടായിരുന്നു. നാട്ടില് ആ ഒരു ടേസ്റ്റ് കാര്യം പറയുമ്പോ തന്നെ നാട്ടിലിങ്ങനെ വെള്ളം വരിക. നമുക്ക് ഈ ഒരു വേറെ കറികളൊന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു പൊളിച്ച് ഇങ്ങനത്തെ ഒരു ഡിഷൊക്കെ നമുക്ക് ചോറ് കഴിക്കാൻ നല്ല പാകായിരിക്കും. അങ്ങനെ നമ്മളെ തക്കാളി ഉള്ളി എല്ലാം വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർക്കാൻ വേണ്ടി നമുക്ക് നടുക്ക് കുറച്ചൊരു സ്ഥലം ഇങ്ങനെ ഒഴിച്ചിട്ടിട്ട് പൊടികൾ ചേർക്കാം. മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പച്ചമുളകൊക്കെ നമ്മൾ ആവശ്യത്തിനുള്ള എരിക്ക് ചേർത്തിട്ടുണ്ട്. അപ്പൊ ഇത് എരിയുള്ള മുളകുണ്ട് ചേച്ചി. അപ്പൊ നമുക്ക് കുറച്ച് ചേർക്കാം, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നില്ലേ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഫിഷ് മസാല, പിന്നെ കുറച്ച് ഫിഷ് മസാല, കുരുമുളക് പൊടി, എണ്ണ. കുരുമുളക് പൊടി നമുക്ക് മെയിനാട്ടോ. ഏതൊരു കറിക്കാണെങ്കിലും നമുക്ക് കുരുമുളക് പൊടിയുടെ ആ ഒരു സ്വാദുണ്ടല്ലോ, അത് നമുക്ക് കുറച്ച് മെയിനായിട്ടുള്ള കാര്യം. നമുക്ക് ഒന്ന് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് വഴറ്റിയെടുക്കാം. ആ ഒരു നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇത് നല്ലൊന്ന് ഇളക്കി. മല്ലിപ്പൊടി ഇല്ലെങ്കിൽ പിണങ്ങത്തില്ലേ? എത്രയും പൊടികൾ നമ്മൾ ചേർത്തിട്ട് കുറച്ച് മല്ലിപ്പൊടി നമുക്കൊന്ന് ചേർക്കും. കുറച്ച് മതി.
നമുക്ക് ഇതെല്ലാം നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ട് തീ ഇപ്പൊ കുറച്ച് വെച്ചിരിക്കാം കേട്ടോ. തീ ഇപ്പൊ കുറച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് ഇതിന്റെ ഉപ്പും ആ തക്കാളിയുടെ പുളിയും എല്ലാം പാകമാണെന്ന് നമുക്ക് നോക്കാം. സൂപ്പറാണ്, എല്ലാം പാകമാണ്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഗൈസ്, അങ്ങനെ നമ്മള് മാഗ്നറ്റ് ചെയ്ത് വെച്ച ഫ്ലാസ്ക് നമ്മൾ പൊരിക്കാൻ വേണ്ടിട്ട് പോവുകയാണ്. മസാല എല്ലാം പിടിച്ച് നല്ലോണം സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് പൊരിച്ചെടുക്കാം. ചൂടായിട്ടുണ്ട്, എണ്ണ ഒഴിക്കുകയാണ്. ഫ്ലാസ്കിൽ പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി ഒഴിക്കാം. എണ്ണ അങ്ങനെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് പിന്നെ നമ്മൾ മസാല വെച്ച് വെച്ചിട്ടുള്ള ഫ്ലാസ്കിൽ അതിലേക്ക് വീട്ടുക. ഫ്ലാസ്കിൽ ഓരോന്നാക്കി ഇടുവാണ്. ഒരു ചെറിയൊരു മിശ്രം ഇത് സൈഡ് ഒന്ന് ഒതുക്കി ഒതുക്കി കൊടുക്കാം. വീണ്ടും അധികം നമ്മള് സാധാരണ ഫിഷ് ഫ്രൈ ചെയ്യണം, ഒത്തിരി അങ്ങ് ഫ്രൈ ആവണ്ട, പിന്നെ ജസ്റ്റ് ഒന്ന് ഇതാക്കിയാൽ മതി. കാരണം നമ്മൾ വാഴയിൽ വെച്ച് ഇടാൻ നോക്കും. നമുക്ക് തീ കൂട്ടി വെച്ച് തന്നെ നമുക്ക് ഒന്ന് പൊളിച്ചെടുക്കാം. ക്ലാസ്സിൽ അങ്ങനെ പകുതി വെന്തത്തിനോട് മറിച്ചിടാൻ പോവാണ്. അത് നമ്മൾ പൊടിയാതെ വേണം തിരിച്ചെടുക്കാൻ. എന്റെ സഹായം നമുക്കിനി ഈ ഒരു സൈഡിൽ ഒന്ന് മൊരിഞ്ഞ് വരുന്ന വരെ വെയിറ്റ് ചെയ്യും. അപ്പോഴത്തേക്ക് നമുക്ക് വാഴയില വാട്ടിയെടുക്കാം. ഒരേ അളവിനാണ് ഗൈസ് മുറിച്ചെടുക്കുന്നത്. ഒരു സൈഡിൽ നമ്മള് ഫ്ലാസ്കിൽ വേവുന്നു, ഒരു സൈഡിൽ നമ്മളൊക്കെ എല്ലാം വാട്ടിയെടുക്കാൻ പോകും. പ്ലേറ്റിലോട്ടാക്കാം. ഏകദേശം എല്ലാം വെന്തിട്ടുണ്ട് പാകത്തിന്. അങ്ങനെ നമ്മുടെ പൊള്ളിക്കാനുള്ള വാഴയിലെല്ലാം നമുക്ക് വാട്ടിയെടുക്കാം. ഗ്യാസ് വെച്ചിട്ടുണ്ട്, നമുക്ക് ഓരോ ഇലയായിട്ട് ഇങ്ങനെ വാട്ടിയെടുക്കാം. കാരണം നമ്മൾ ഈ മീനൊക്കെ വെച്ചൊന്ന് പൊടിഞ്ഞ് കെട്ടുമ്പോഴേ വാഴയില പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിട്ട് വാട്ടിയെടുക്കുന്നതാണ്. അങ്ങനെ നമ്മൾ എല്ലാം ഫ്ലാറ്റിൽ പൊരിച്ചിട്ടുണ്ട്. ഫ്ലാറ്റിൽ പൊള്ളിക്കാനുള്ള മസാല എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളത് വാഴയിലിൽ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. എല്ലാം റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മസാല ഒന്ന് ആദ്യം ഒന്ന് സ്പ്രെഡ് ചെയ്തു. കുറച്ച് മതി.
ഞാൻ അതിന്റെ മേളിൽ കുറച്ച് നമ്മളിങ്ങനെ മസാല ഇതിന്റെ പുറത്ത് ഇങ്ങനെ പരട്ടണം പൊള്ളിക്കാനായിട്ട്. ഇനി നമുക്കിത് ഒതുങ്ങി നല്ല വാഴയുടെ വള്ളി വെച്ചാൽ നമുക്ക് കേൾക്കാം. അങ്ങനെ നമ്മള് ക്ലാസ്സിൽ പോയി വെച്ചിട്ട് ഇനി നമുക്ക് എല്ലാം ഇങ്ങനെ നമുക്ക് ഇതിനൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം. ഗൈസ് അങ്ങനെ നമ്മുടെ ക്ലാസ്സിൽ പൊള്ളിക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാം വാഴയിലേക്ക് കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മള് ഓവനിലോട്ട് ഇതൊരു 10 മിനിറ്റ് നമുക്കൊന്ന് ഹീറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഓവനിലോട്ട് ഇത് മാറ്റാൻ പോവാണ്. ചെറുതണം. ടൈം സെറ്റ് ചെയ്യാണ്. സെറ്റ് ആയി തീരുമ്പം 10 മിനിറ്റ് എടുക്കും. അതുവരെ നമുക്കിത് വെയിറ്റ് ചെയ്യാം. അതെ ഗൈസ്, 10 മിനിറ്റ് അത് സെറ്റ് ആകുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഓവനിൽ വെച്ചത് സെറ്റ് ആയിട്ടുണ്ട്. അത് എടുക്കാൻ പോവാണ്. വാഴയിലയിൽ പൊള്ളിച്ചു വെച്ചത് നമ്മൾ എടുക്കാൻ പോവാണ്. അതിന്റെ ആ ഒരു മസാലയൊക്കെ നല്ല വെന്ത് ആ എണ്ണയൊക്കെ നല്ല താഴോട്ട് ഇറങ്ങിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം ഗൈസ്. വീഡിയോക്കകത്ത് തന്നെ കാണാം. ചൂടുണ്ടല്ലേ? നല്ല ചൂടുണ്ട്. പതുക്കെ ഇറങ്ങും, പതുക്കെ. എല്ലാവരും നമ്മൾ വെച്ച ആ ഒരു എണ്ണയും കാര്യങ്ങളൊക്കെ ആ താഴെ തന്നെ വീട് നടക്കുന്നത് നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പൊ ഇതാണ് ഗൈസ് നമ്മുടെ ക്ലാസ്സി വാഴയിൽ പൊള്ളിച്ചതിന്റെ അവസാന ലുക്ക് ഇതാണ്. നമുക്ക് ഇത് എന്താ വേണ്ട, ലാസ്റ്റ് ആയിട്ട് എന്താ ചെയ്യുന്നത്? നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അത് നമുക്ക് അതിന് വേണ്ടിയിട്ടൊരു പ്ലേറ്റ് എടുക്കാം. പ്ലേറ്റ് എടുത്തിട്ട് നമുക്ക് ഒരു പീസ് ക്ലാസ്സി ഒക്കെ എടുത്തിട്ട് കുറച്ച് ഇതിന്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുണ്ട്. എങ്ങനെയാവും എന്താവുമെന്ന് നമുക്ക് കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല മണമുണ്ട്. അപ്പൊ നമുക്ക് കഴിച്ചു നോക്കാം. കുറച്ച് മസാല ചേച്ചി എടുക്കും. സൂപ്പറായിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടി നന്നായിട്ട് വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു മസാല ഓൾറെഡി മീന് വേവ് കുറവാണ്. മസാലയൊക്കെ ഇരുന്ന് എന്ത് നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. പറയാതിരിക്കാൻ മേഗായ്സ്, നിങ്ങളിത് മസ്റ്റ് ട്രൈ ആണ്. അത് ട്രൈ ചെയ്ത് നോക്കുക. എന്താ ആ ചൂട് കിടക്കുന്നുണ്ട് ആ ഒരു ഇതിന്. ഇതിന്റെ ആ കിടക്കുന്നുണ്ടോ? ഇതാണ്ട കുഴയുമ്പോഴേ ആ ഒരു കാണാം. ഗായ്സ്, നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്യുക. അപ്പൊ ഞങ്ങള് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ചാച്ചാ ബൈ ബൈ.